ഹലോ ഹായ് എവറി വൺ വെൽക്കം ടു കവീസ് റീജിയണൽ ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ ഒരു ഹൈദരാബാദി സ്പെഷ്യൽ ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ഡബിൾ കാ മീറ്റ. നമ്മൾ ഹൈദരാബാദിലെ ഏതൊരു ഫംഗ്ഷൻസിനും പാർട്ടീസിനും അല്ലെങ്കിൽ ഇപ്പം റംസാനും നോമ്പ് ടൈമിലൊക്കെ ഈ ഒരു ഡെസേർട്ട് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഡബിൾ കാ മീറ്റയിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് കോയ എന്ന് പറഞ്ഞ് ഒരു പാൽ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ ഫുൾ ക്രീം പാലെടുത്തിട്ടുണ്ട്. നമ്മൾ പാൽ ഒരു പാത്രത്തിലെടുത്ത് നല്ലോണം തിളപ്പിക്കണം, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ലാസ്റ്റ് ആ ഒരു പാൽ കുറുകി വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു മഞ്ഞ കളറായിട്ട് വരും. പാൽ നല്ലോണം പറ്റി വരുമ്പം നമ്മൾ ലോ സിമ്മിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഇളക്കി ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പം ഫ്ലെയിം നല്ലോണം ലോ ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പം ചെയ്യുന്നത് കോയാണ്. ഇത് നമ്മൾ മിക്കവാറും ഉള്ള പാൽ സ്വീറ്റ്സിനൊക്കെ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഇത് നല്ലോണം നമ്മൾ ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പം ഞാൻ കോയത ഈ ഒരു പരുവം എത്തുമ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതലായാൽ അത് ഒത്തിരി കട്ടി പിടിച്ച് പോകും. നമുക്ക് കുറച്ച് ഈ ഒരു ഫോമിൽ വേണം നമ്മൾ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ആദ്യമേ ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ പിസ്തയും കുറച്ച് ഉണക്കമുന്തിരിങ്ങയും. ഇത് നമ്മൾ നല്ലോണം കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി നെക്സ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് ഒരു 6 സ്ലൈസ് ബ്രെഡാണ്. ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഇത് നമുക്ക് കളയാം കേട്ടോ. ഈ സൈഡിൻ്റെ ഇതിൻ്റെ നമുക്ക് ബ്രെഡ് ക്രംസോ എന്തെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് പിന്നെ എടുക്കാം. അപ്പം ഈ സൈഡൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബ്രെഡ് വന്നിട്ട് ഒരു ബ്രെഡ് 4 കഷ്ണമായിട്ട് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഈ ബ്രെഡെല്ലാം ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബോളെടുത്ത് വയ്ക്കുക. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച കോയാണ്. ഇത് നല്ലോണം ആറിയിട്ടുണ്ട്. ആറിക്കഴിഞ്ഞ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നമ്മൾ കോയ ഉണ്ടാക്കാൻ കാച്ചിയ പാലുണ്ടായിരുന്നല്ലോ, അതേ പാത്രത്തിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പൂ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാല് നല്ലോണം തിളച്ചിക്കുന്നിടം വരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചാൽ മതി. പാല് തിളച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നെയ്യിൽ ഈ ബ്രെഡ് നമ്മൾ പൊരിച്ചെടുക്കണം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ ബ്രെഡ് സ്ലൈസസ് ഒക്കെ ഇങ്ങനെ ഇട്ട് നമ്മൾ 2 വശവും നല്ല ബ്രൗൺ ആയിട്ട് പൊരിച്ചെടുക്കണം. യൂഷ്വലി ഡബിൾ കാ മീറ്റ ഉണ്ടാക്കുമ്പം ഫുള്ള് ഗീയിലാണ് ഇവർ പൊരിച്ചെടുക്കാറുള്ളത്. അപ്പം നമ്മൾക്ക് കുറച്ച് ഈ ഡയറ്റ് കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് ഒരു 4 സ്പൂൺ ഗീയൊക്കെ ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഡബിൾ കാ മീറ്റയുടെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ ആണ്. അപ്പം നമ്മൾ ഈ ബ്രെഡിൻ്റെ ആ ഒരു കളറാണ് നമ്മുടെ സ്വീറ്റിന് കിട്ടുന്നത്. നമ്മൾ ഡബിൾ കാ മീറ്റ 2 ലൈക്ക് ഡ്രൈ ആയിട്ടും ഉണ്ടാക്കാം, കുറച്ച് ലിക്വിഡ് ഫോമിലും ഉണ്ടാക്കാം. ലിക്വിഡ് ഫോമിൽ ഉണ്ടാക്കുമ്പം അതിൽ കുറച്ചുകൂടെ കഴിക്കാൻ കുറച്ച് നല്ല സ്വാദാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലിക്വിഡ് ഫോമിൽ ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കിത് ഡ്രൈ ആയിട്ടും ഉണ്ടാക്കാം. നമുക്കിനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബ്രെഡ് പൊരിച്ച നെയ്യ് തന്നെ ബാക്കിയുണ്ടെങ്കിൽ ആ നെയ്യ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ ഉണക്ക മുന്തിരിങ്ങ നല്ലോണം ഗീയിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് പിസ്ത ഇട്ട് കൊടുക്കാം. പിസ്ത നല്ലോണം ഒന്ന് റോസ്റ്റ് ആവുന്നിടം വരെ പിസ്തയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ബാദാം, ഇതൊക്കെ ഞാൻ നല്ലോണം ഇതെങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വീറ്റിൽ നമ്മൾ ആഡ് ചെയ്യുമ്പം അതിൻ്റെ ഫ്ലേവേഴ്സ് നല്ലോണം കിട്ടും. അടുത്തതായിട്ട് നമുക്ക് സ്വീറ്റിന് ആവശ്യമുള്ള പഞ്ചസാര പാനി റെഡിയാക്കണം. പഞ്ചസാര പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിവിടെ പഞ്ചസാരപ്പാനിയല്ലേ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം.
ഏലക്കാപ്പൊടിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതായത് ഏലക്കയുടെ അരി എടുത്ത് വേണം നമുക്ക് പൊടിക്കാൻ. നമുക്ക് പഞ്ചസാരപ്പാനി വേറെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡബിൾ കാ മീഠ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ബ്രെഡ് പൊരിച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. ബ്രെഡ് പൊരിച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുങ്കുമപ്പൂവും പാലും കൂടെ കാച്ചി വെച്ചിട്ടില്ലേ, അതാദ്യമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ അബദ്ധം പറ്റി. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം മെമ്മറി ഇഷ്യൂ കാരണം ചില വീഡിയോ എനിക്ക് കിട്ടിയില്ല. ഇനി ഇത് എങ്ങനെ ലെയർ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ ലെയർ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ്, സെക്കൻഡ് ലെയർ നമ്മൾ ഇടുന്നത് കുങ്കുമപ്പൂവും പാലും കൂടെ കാച്ചി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. മൂന്നാമത്തെ ലെയർ വന്നിട്ട് നമ്മുടെ കോയ നമ്മൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇട്ട് കൊടുക്കും. നാലാമത്തെ ലെയർ വന്നിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ്, അതായത് നമ്മൾ പഞ്ചസാര വെള്ളം പാനി ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലെയർ ഡ്രൈ ഫ്രൂട്ട്സ്. ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഈ ബ്രെഡ് ഈ സൊല്യൂഷനിൽ, അതായത് പാലും കുങ്കുമപ്പൂവും പിന്നെ നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ ഉള്ളതിൽ ബ്രെഡ് നല്ലോണം സോക്കാവണം. സോക്കായിട്ട് ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞ് നിങ്ങൾ ഇത് എടുക്കുക. 1 മണിക്കൂർ പറ്റുമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ നോക്കിയാൽ നല്ല ഒരു ടേസ്റ്റാണ്. ഈ പാലിൻ്റെയും കുങ്കുമപ്പൂയുടെയും പിന്നെ നമ്മൾ കോയയുടെ ആ സ്പെഷ്യൽ പാൽ പോലത്തെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, പിസ്തയും ബാദാമും ഒക്കെ ഇട്ടിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറും മധുരവും എല്ലാം കൂടെ ആകുമ്പം ഇത് അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് ഇരട്ടി മധുരം, അതായത് ഡബിൾ കാ മീഠ തന്നെയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റംസാൻ ടൈമിലൊക്കെ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. താങ്ക് യു.